വരൂ നേടൂ വൻ വിലക്കുറവിനൊപ്പം കൈനിറയെ സമ്മാനങ്ങളും. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ചാലിശ്ശേരിയിൽ കല്ലറയോട് അനാദരവ്, നീതി ലഭിക്കാതെ വിശ്വാസികൾ. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി ഇടവകയിൽപ്പെട്ട അംഗത്തിന്റെ കല്ലറ പൊളിച്ചു മാറ്റിയതായി പരാതി. 2017 ജൂലൈയിൽ മരണമടഞ്ഞ കൊരട്ടിക്കര സ്വദേശി ചെറുവത്തൂർ ജോൺസന്റെ കല്ലറയാണ് കഴിഞ്ഞ ദിവസം പൊളിച്ചു മാറ്റിയ നിലയിൽ കണ്ടത്. കഴിഞ്ഞ ദിവസം ഇടവകയിൽ ഒരംഗം മരണപ്പെട്ടതിനെ തുടർന്ന് സംസ്കാര ചടങ്ങിനായി സെമിത്തേരിയിലേക്ക് വന്ന മകൻ ജോബി പിതാവിന്റെ കല്ലറയിൽ പ്രാർത്ഥിക്കാനായി എത്തിയപ്പോഴാണ് അവിടെ തരിശ് സ്ഥലമായി കിടക്കുന്ന വേദനിപ്പിക്കുന്ന കാഴ്ച കണ്ടത്. കല്ലറയ്ക്ക് സമീപം വലിയ മാലിന്യം നിക്ഷേപിക്കുന്ന കുഴി എടുത്ത നിലയിലാണ്. കല്ലറ തകർത്ത സംഭവത്തിൽ 3 പേർക്കെതിരെ മകൻ ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകി. 2020 മെത്രാൻ കക്ഷി പള്ളി പിടിച്ചെടുത്തതിനു ശേഷം ആദ്യം പരേതന്റെ കല്ലറയിലെ കുരിശ് എടുത്തു മാറ്റിയതായി പരാതിയുണ്ടായിരുന്നു. ഇതിനെതിരെ ഭാര്യ നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടുണ്ട്. കല്ലറയോടുള്ള അനാദരവിനും മനുഷ്യാവകാശ ലംഘനത്തിനുമെതിരെ അധികൃതരുടെ ഭാഗത്തു നിന്ന് തുടർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. 2018 പരേതന്റെ മക്കൾ കുടുംബ കല്ലറയ്ക്കായി വാങ്ങിയ സ്ഥലമാണിത്. കഴിഞ്ഞ 2 വർഷമായി യാക്കോബയ വിശ്വാസികൾക്ക് പൂർവികരുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കാൻ കഴിയാതെ മെത്രാൻ കക്ഷി വിഭാഗം സെമിത്തേരി ഇരുമ്പ് നെറ്റ് കെട്ടി പൂട്ടിയിട്ട് കല്ലറകളിലേക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. മറ്റ് ഇടവക അംഗങ്ങളുടെ സംസ്കാര ചടങ്ങിനിടെയാണ് യാക്കോബയ വിശ്വാസികൾ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കാറ്. സർക്കാർ നടപ്പാക്കിയ സെമിത്തേരി ബിൽ പ്രകാരം പള്ളി നഷ്ടപ്പെട്ട 58 പള്ളികളിലും വിശ്വാസികൾ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുന്നതിന് തടസ്സമില്ല. ചാലിശ്ശേരിയിൽ മാത്രമാണ് കല്ലറ കമ്പിവേലി കെട്ടി ഗേറ്റ് പൂട്ടി തടസ്സം സൃഷ്ടിക്കുന്നത്. ഫെബ്രുവരി 1 യാക്കോബയ വിശ്വാസികൾ മാതൃദേവാലയത്തിലെ സെമിത്തേരിയിലേക്ക് പ്രവേശിക്കാനായി പോയെങ്കിലും മറുവിഭാഗം സെമിത്തേരി പൂട്ടിയിട്ട് പ്രവേശനം നിഷേധിച്ചു. ഇത് സംബന്ധിച്ചുള്ള തർക്കത്തെ തുടർന്ന് ചാലിശ്ശേരി പോലീസും റവന്യൂ ഉദ്യോഗസ്ഥർ ചേർന്നു ഇരുവിഭാഗവുമായി ആദ്യഘട്ട ചർച്ചയും ഒറ്റപ്പാലം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് 2ാം ഘട്ട ചർച്ചയും നടത്തിയെങ്കിലും മെത്രാൻ കക്ഷി വിഭാഗം സെമിത്തേരി പൂട്ട് തുറക്കില്ല എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ്. സർക്കാർ കൊണ്ടുവന്ന സെമിത്തേരി ആക്ട് 2020 അനുശാസിക്കുന്ന പരിരക്ഷ അധികാരികളിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് 2500ഓളം യാക്കോബയ വിശ്വാസികൾ.